ഹായ്. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള ഒരാൾ ആരാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്നെ തന്നെ പറയും. അത്രയും സന്തോഷത്തിലാണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന സ്നേഹം, സപ്പോർട്ട്, അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എല്ലാം ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ നിങ്ങൾ ഈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ഇട്ടിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു നമ്മളിപ്പം ചാരിറ്റി മാത്രമായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചാരിറ്റി ചാനൽ പോലെ ആയിപ്പോവും, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്നേഹം കൊണ്ടാണ് അവർ പറയുന്നത്. അവർക്ക് എൻ്റെ അടുക്കുന്ന വേറെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലിൽ ഇവിടെ ഭയങ്കര സൗണ്ട്. അപ്പുറത്ത് ഒരു വീടുണ്ട്, അപ്പുറത്തെ വീട്ടിൽ അലക്കുന്നുണ്ട്, വീണ്ടും ഇപ്പുറത്ത് അടിച്ചു വരുന്നുണ്ട്. വീടിൻ്റെ മുമ്പ് തന്നെ മെയിൻ റോഡാണ്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അതിനെക്കാട്ടി സൗണ്ട് അനക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും വ്യക്തമായിട്ട് കേൾക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലിലൂടെ ഞാൻ ഒരു മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഞാനിപ്പം ഇതിൻ്റെ അകത്ത് സ്നേഹം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സൗഹൃദം ഉണ്ടാവും, സഹായങ്ങളുണ്ടാവും, അതുപോലെ തന്നെ തമാശകളുണ്ടാവും, സങ്കടം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം വഴിയെ ഓരോരോ വീഡിയോസിലായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ കമൻ്റായിട്ട് ഒരുപാട് ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഇനിയും ഒരുപാട് എന്തൊക്കെയോ ചെയ്യാൻ അതൊരു പ്രചോദനമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുള്ള നിങ്ങളെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അത് ഇട്ടാൽ മതി. ഞാനത് നോക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഫോൺ നമ്പർ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. പിന്നെ ഇന്നലെ ഇട്ട നമ്പറിൽ വിളിച്ചിട്ട് നമ്പർ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ചാനലിൻ്റെ ഇതിൽ കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അത് തന്നെയാണ് വാട്സപ്പ് നമ്പറും. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനെ നിങ്ങളെ കമൻ്റായിട്ട് വരുന്നതാണ് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു ഗീതേച്ചി. ഞാനന്ന് കല്യാണത്തിന് പയ്യന്നൂർ പോയപ്പോൾ പയ്യന്നൂരുള്ള ഗീതേച്ചിക്ക് ഒരു ഹായ് പറയുമെന്ന് വെച്ചിട്ട് ഗീതേച്ചി ചോദിച്ചിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഹായ് പറഞ്ഞതിനെ കൊണ്ട് ഗീതേച്ചിക്ക് സന്തോഷമാകുമെങ്കിൽ ഗീതേച്ചി ഒരു ഹായ് അല്ല 1000 ഹായ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പാട്ട് പാടുമോ, പാട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഇട്ടുകൊണ്ട് ഞാനൊരു പാട്ടും കൂടി പാടാം ഇന്ന്. അപ്പോൾ അതും കൂടി കേൾക്കാം. നീയും ഞാനും ഒന്നാണേ, കാലം തന്ന നിധിയാണേ, ഞാൻ കാത്തിരുന്ന കനിനേ, എൻ കണ്ണിൽ നിറയും കണിനേ, ഞാൻ കവിത എഴുതും മൊഴി നീ, പൂങ്കൊടി നീ, സുഹൃതം നീ, സുഖവും സകലം നീ, അഖിലം നീ, നീ. ഒന്നാണേ, കാലം തന്ന നിധിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, സ്നേഹം, ഇപ്പോൾ തരുന്ന സപ്പോർട്ടും സ്നേഹവും തുടർന്നും ഉണ്ടാവുക. ഞാൻ ഒരുപാട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരാം. അപ്പോൾ അതുവരെ ബൈ.